അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് എന്ന ആദർശ സലഫി പ്രസ്ഥാനത്തിൻ്റെ ആദർശ നിലപാടുകളും ആശയങ്ങളും അല്ലാഹുവിൻ്റെ വഹദാനിയത്തും എത്തിക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു മഹത്തായ പരിപാടിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ ആദർശത്തെ ഈ കർണാടകയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഓരോ നാട്ടിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പ്രസ്ഥാനത്തിന് മാതൃകയായിട്ടുള്ളത് ഈ ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരുമാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്ന സർവപ്രവാചകന്മാരും ഈ ലോകത്തോട് ഉത്ബോധിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശവുമായി കടന്നു വന്ന അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകന് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആഭാസങ്ങളും ഒരുപാട് തോന്നിവാസങ്ങൾ ജീവിച്ച ആ കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. അഖില ലോകങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ, എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പ്രഖ്യാപിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസ ജീർണത എത്രത്തോളം അപകടകരമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ബഹുദൈവ ആരാധനയുടെ കാഠിന്യം എത്രത്തോളം അപകടകരമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറഞ്ഞു, കാനു യഅ്ബുദൂനൽ ഹജർ, അവർ കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു. മക്കത്തെ മുശ്രിക്കുകൾ കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു. ഫഇദാ വജദു ഹജറൻ വഖൈറുൻ മിൻഹു, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ കല്ലിനേക്കാൾ ഉത്തമമായ കല്ല് കണ്ടാൽ അവർ യാത്ര പോകുമ്പോൾ കയ്യിലൊരു കല്ല് കരുതും. ആ കല്ലിനെ അവർ യാത്രയിൽ ആരാധിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ആ ആരാധിക്കപ്പെടുന്ന കല്ലിനേക്കാൾ ഉത്തമമായ ഭംഗിയുള്ള മൊഞ്ചുള്ള കല്ല് കണ്ടാൽ അതുവരെ ആരാധിച്ചു കൊണ്ടിരുന്ന കല്ലിനെ വലിച്ചെറിയുകയും എന്നിട്ട് അതിനേക്കാൾ മൊഞ്ചുള്ള ഭംഗിയുള്ള കല്ലെടുക്കുകയും ആ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങും. ഇനി ആ യാത്രയിൽ അവർക്ക് കല്ലൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. എന്താണ് ചെയ്യുന്നത്? അവർ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് അവിടെ വെച്ച് ഒരു മണൽ കൂന ഉണ്ടാക്കുകയും ആ മണൽ കൂനയുടെ അടുത്തേക്ക് താങ്കൾ കൊണ്ടുവന്ന ആടിന്റെ പാല് കറന്നുകൊണ്ട് ആ മണൽ കൂനയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും എന്നിട്ട് ആ മണൽ കൂനയെ ആരാധിക്കാൻ തുടങ്ങും. ഇതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസ ജീർണത എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. കേവലം മണൽ കൂനയെ പോലും ആരാധിക്കുന്ന വസ്തുക്കളാക്കി മാറ്റുകയും അതിനോട് പ്രാർത്ഥിക്കുകയും അതിന് സുജൂദ് ചെയ്യുകയും അതിന് അല്ലാഹുവിലേക്ക് മധ്യസ്ഥരായി കണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരിൽ നിന്ന് ഒരു പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചു കൊടുക്കുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹി ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കാനും അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട്, തൗഹീദിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ആദർശത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആദർശം എത്തിച്ചു കൊടുക്കാൻ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, എത്ര വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നുണ്ട്.
ആ പ്രവാചകനെ നിയോഗിക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലുണ്ടായ ജനങ്ങൾ തീർത്തും വഴികേടിലായിരുന്നു, തോന്നിവാസങ്ങളിലായിരുന്നു എന്ന് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഏകനായ, എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി വിവരിച്ചു തരുന്നുണ്ട്. ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മഴ തരുകയും, ആകാശങ്ങൾ നിങ്ങൾക്ക് മേൽക്കുറിയാക്കി തരുകയും, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തരുകയും, എന്നിട്ട് അതിൽ നിന്ന് മഴ വെള്ളം തരുകയും, സസ്യങ്ങൾ ഉണ്ടാക്കുകയും, ആ സസ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായ ഏകനായ പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സലഫി പ്രസ്ഥാനത്തിന്, ഈ മുജാഹിദുകൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ആദർശം മാത്രമാണ്. ഈ തൗഹീദ് എന്ന അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന ആ ആദർശത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടി നമ്മൾ അവതരിപ്പിച്ചത്. ഈ ആദർശത്തെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ അവരുടെ നഖവും പല്ലും കൈകൾ കൊണ്ട് എതിർത്തു. അവർ പ്രഖ്യാപിച്ചു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുആൻ വലാ യഗൂസ വയഊക വനസ്ര. അവർ പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, ഈ മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട്, ഈ മുഹമ്മദ് എന്ന മനുഷ്യന്റെ വാദങ്ങൾ കേട്ട്, ഈ സലഫീങ്ങൾ പറയുന്നത് കേട്ട്, ഈ മുജാഹിദുകൾ സമ്മേളനങ്ങൾ വെച്ച് അവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ വദ്ദിനെയും സ്വാദിനെയും യഹൂസിനെയും നസ്രനെയും നിങ്ങൾ വിട്ടു പോകരുത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട്, മഹത്തുക്കളായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ഏകത്വം, അവനെ മാത്രമാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സുദീർഘമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ പ്രസംഗിക്കാൻ വന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും പ്രഭാഷകരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ അമൂല്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയ ഈ ഒരു പരിപാടി വെക്കാൻ അവന്റെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹം ലഭിച്ച ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനി എത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ മനസ്സിലേക്ക് വന്ന ചില വാക്കുകൾ പറഞ്ഞു പോയതാണ്. ഈ ജനങ്ങൾ എന്നെ സന്മാർഗത്തിലാക്കിയത്, ഹിദായത്തിന്റെ മാർഗത്തിലേക്കാക്കിയത്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് ആ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെ വെച്ച് ആ സ്വർഗത്തിലേക്ക് പോയ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും സഹായം ചോദിക്കേണ്ടതും ഒക്കെ. അതുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യമെന്ന് വെച്ചാൽ ഈ പരിപാടിയിലേക്ക് വന്ന ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട SKSM അതിന്റെ അധ്യക്ഷനായ ജനാബ് ബഷീർ സാലിമാർ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാര്യദർശിയായ അബ്ദുറഹ്മാൻ അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് പ്രസംഗിക്കാൻ വന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉന്നേസ് ബാബുനസേർ, അതുപോലെ മുസ്തഫ ദാരിമി, അവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.